ശത്രു നമ്മെ വിഴുങ്ങിക്കളയുവാൻ ശ്രമിക്കുന്ന, ഇല്ലായ്മ ചെയ്യുവാനും തകർത്ത് കളയുവാനും ശ്രമിക്കുന്ന ഒത്തിരി സമയങ്ങളുണ്ട്. എന്നാൽ ദുഷ്ടൻ കഠിനാധ്വാനത്തോടെ നമുക്കെതിരെ പകയും വിദ്വേഷവും തകർച്ചയും വരുത്തി തീർക്കുവാൻ നമുക്ക് മുമ്പിൽ കടന്നു വരും. എന്നാൽ ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യം, സിംഹം എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് അവയുടെ വായിൽ നിന്ന് എന്നെ വിടുവിച്ചിരിക്കുന്നു. അതെ, ഇവിടെ നാം വായിപ്പാനിടയായി തീർന്നത് ദാനിയേലിൻ്റെ അനുഭവമാണ്. അവൻ്റെ ഉന്നത ജീവിത നിലവാരത്തിൽ ഒത്തിരി എതിരാളികൾ അവനെ തകർത്ത് കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, നന്മയെ ഹനിച്ചു കളയുവാൻ അവൻ്റെ ജീവിതത്തിന് നേരെ ഉയർന്നു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിൻ്റെ ശക്തിയേറിയ അധികാരികൾ, ഉന്നതന്മാർ, ഉന്നത ഭാവത്തോടെ അവർ പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ലോകത്തിൻ്റെ കണക്കുകൂട്ടലുകളിലെല്ലാം മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവമുണ്ടെന്ന് ഇവിടെ ദാനിയേലിൻ്റെ അനുഭവം വെളിപ്പെടുത്തുകയാണ്. സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിക്കത്തക്കവണ്ണം എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് വിടുവിക്കുന്നു. അതെ, ദൈവപൈതലെ, ശത്രുവിൻ്റെ വായടപ്പിക്കുന്ന ദൈവം, ശത്രുവിൻ്റെ മുമ്പിൽ തൻ്റെ ദൂതനെ അയച്ച് വിടുവിക്കുന്ന ദൈവം, ശത്രുവിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് തൻ്റെ ജനത്തെ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന സർവശക്തനാകുന്ന കർത്താവ്, അതെ, ആ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ യഹൂദ ബാലന്മാർ ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. പിന്നെയും 2 തീമോഥെയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ തന്നെ. അതെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവപൈതലെ, ദൈവം നമ്മെ പരിപാലിപ്പാനും സൂക്ഷിപ്പാനും ശക്തനാണ്.